പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കേട്ട വചനം എന്താണ്? അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും മാതാപിതാക്കളെ സ്നേഹിക്കണം. മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യണം. ഹല്ലേലൂയ. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മൾ നിറവേറ്റണം. നമ്മളെ മാതാപിതാക്കൾ വളർത്തിയ ത്യാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കണക്ക് സമ്പൽ സമൃദ്ധികളൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിലും മാതാപിതാക്കൾ നമ്മളെ മനോഹരമായി സംരക്ഷിച്ചു. അങ്ങനെ നമ്മളെ പോറ്റി വളർത്തി. ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മാതാപിതാക്കളാണ് കാണപ്പെട്ട ദൈവം. മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ചു തന്നതാണ് യേശുണ്ട്, ബൈബിളുണ്ട്, വചനമുണ്ട്, പ്രാർത്ഥിക്കണമെന്നൊക്കെ മാതാപിതാക്കൾ കാണിച്ചു തന്നിട്ടല്ലേ നമ്മൾ ദൈവത്തെ അറിയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട മാതാപിതാക്കളല്ലേ നമ്മുടെ ദൈവം. അങ്ങനെ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും നല്ല യേശുവിന് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുകയും ചെയ്യണം. യേശു തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചെന്ന് ശക്തി കൊണ്ടാണ് അവരിതൊക്കെ എഴുതിയത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് വേണോ അതെല്ലാം നമ്മുടെ ബൈബിളിലുണ്ട്. നമ്മളൊന്ന് ഹൃദയം തുറന്ന് ബൈബിൾ തുറന്നാൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം, കർത്താവിൻ്റെ മക്കളായി മുന്നോട്ട് പോകാം. സർവശക്തനും നീതിമാനുമായ എൻ്റെ സ്വർഗീയ പിതാവ് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ള മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ബന്ധന അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടക വീടുകളിലൊക്കെയും അവർ താമസിക്കുന്നു. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, അതിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധനായ പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം പ്രത്യേകമായി സമർപ്പിക്കുന്നു. പിതാവിൻ്റെ വാത്സല്യക്കാർ അവരുടെ എല്ലാം മേലിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കേൾക്കുകയും ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരന്മാർ ഏതെല്ലാം ദേശത്തായിരുന്നാലും അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ, അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.